അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിൻ്റെ KTU സിലബസ് ആണ്. സോ EST 130 ആണ് സബ്ജക്റ്റ് കോഡ്. സോ അതിൽ ബേസിക് ഇലക്ട്രിക്കലിൽ റിമെമ്പറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കും ചോദിക്കൂല. കഴിയുന്നതും അണ്ടർസ്റ്റാൻഡിങ്ങും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മാത്തമാറ്റിക്കൽ റിലേറ്റഡ് സാധനമേ ഇലക്ട്രിക്കലിന് കൂടുതലും ചോദിക്കുള്ളൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതേ സമയത്ത് ബേസിക് ഇലക്ട്രോണിക്സ് എടുക്കുകയാണെങ്കിൽ അത് കൂടുതലും ഓർമ്മിക്കാൻ പറ്റുന്നതായിട്ടും അത് മനസ്സിലാക്കാൻ പറ്റുന്നതായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ എൻഡ് സെമസ്റ്റർ എക്സാമിന് കൂടുതലും തന്നെയാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് റിമെമ്പർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ളത്. റിമെമ്പർ ചെയ്യുന്ന ഒരു 10 മാർക്ക്, അതായത് എന്തെങ്കിലും ലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ 10 മാർക്കിനെല്ലാം ചോദിക്കാം. എല്ലാം കൂടി ചേർത്ത് എന്ത് വേണമെങ്കിലും ചോദിക്കാം. പിന്നെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാം. പിന്നെ പ്രോബ്ലം 20 മാർക്കിന്. ഇതിൻ്റെ അകത്ത് പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഇല്ല, ബട്ട് ഒരു ചോദിക്കാതിരിക്കാം. സോ ബേസിക്കലി കൂടുതലും തിയറി പേപ്പർ എന്ന് പറഞ്ഞാൽ ബേസിക് ഇലക്ട്രോണിക്സ് തന്നെ ഒരു തിയറി പേപ്പർ തന്നെയാണ്. ഇനി നിങ്ങളുടെ പേപ്പർ എന്ന് പറയുന്നത് 100 മാർക്കാണ്. സിൻസ് ഇറ്റ് ഈസ് കോവിഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് 2 മണിക്കൂർ 15 മിനിറ്റ് ഉണ്ട്. 2 മണിക്കൂർ 15 മിനിറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു 70 മാർക്കിന് എഴുതിയാൽ മതി, വിച്ച് ഇസ് ഈക്വലൻ ടു 100 മാർക്സ്. ഇപ്പോൾ 2 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഒരുവിധം ഒരു 70 മാർക്കിന് എഴുതിയാൽ മതി, അത്രേ ഉള്ളൂ. 70 മാർക്ക് എഴുതിയാൽ ഒരു 55-60 കിട്ടുമായിരിക്കും. ഡിപ്പെൻസ് ഓൺ ഹൗ യു റൈറ്റ് ഇറ്റ്. ചിലവർ ക്വസ്റ്റ്യൻ വായിക്കാതെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആൻസർ കറക്റ്റായിട്ട് വരില്ല. ഇപ്പം ഇലക്ട്രോണിക്സിൻ്റെ കാര്യമാണെങ്കിൽ അപ്പം അതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ സംതിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഡയഗ്രാം ഉണ്ടെങ്കിൽ ആ ഡയഗ്രാം വരച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. ആ ഡയഗ്രത്തിന് പകുതി മാർക്ക് പോകും മിക്കവാറും. അപ്പോൾ കറക്റ്റായിട്ട് ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ ഫുൾ മാർക്ക് കിട്ടും. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് 2 പാർട്ടാണ് ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും. ഇപ്പോൾ ഇലക്ട്രോണിക്സിന് 50 മാർക്കും ഇലക്ട്രിക്കലിന് 50 മാർക്കും. ഇനി ഫോർ ദ എൻഡ് സെമസ്റ്റർ എക്സാം പാർട്ട് 1 കണ്ടെയ്ൻസ് 2 പാർട്സ്, അതായത് പാർട്ട് എയും പാർട്ട് ബിയും. ഓരോ പാർട്ടിനും പാർട്ട് എയും പാർട്ട് ബിയും കാണും. ഇനി പാർട്ട് എയിൽ 5 ക്വസ്റ്റ്യൻ കാണും. 5 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. അത് നോട്ട് മാക്സിമം 2 ക്വസ്റ്റ്യൻ ഒരു മൊഡ്യൂളിൽ നിന്ന് വരാൻ പറ്റുള്ളൂ. അങ്ങനെ കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ ഒരു മൊഡ്യൂളിൽ നിന്ന് വരില്ല. സോ പാർട്ട് ബി എന്ന് പറയുന്നത് കണ്ടെയ്ൻസ് 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മൊഡ്യൂൾ, ഔട്ട് ഓഫ് വിച്ച് 1 ഷുഡ് ബി ആൻസേർഡ്. ഫോർ എക്സാമ്പിൾ ബേസിക് ഇലക്ട്രിക്കലിന് എത്ര മൊഡ്യൂളുണ്ട്? 3 മൊഡ്യൂളുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് നിന്ന് ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ ചോദിക്കും. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൻ്റെ അകത്ത് ഒരെണ്ണം എഴുതിയാൽ മതി. അപ്പം അതൊരു ഓർ ക്വസ്റ്റ്യൻ, ഒരു മൊഡ്യൂളിൽ നിന്ന് വരുന്ന എന്തായിരിക്കും? ഓർ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതേ മൊഡ്യൂളിൽ നിന്ന് വേറൊരു ഓറിൻ്റെ ബാക്കി പാർട്ട് വരും. അപ്പോൾ ഓർ ക്വസ്റ്റ്യൻ്റെ ഒരെണ്ണം മാത്രം എഴുതിയാൽ മതി. വെറുതെ സമയം വേസ്റ്റ് ആക്കല്ലേ. ഓർ ക്വസ്റ്റ്യൻ്റെ അറിയാവുന്ന ക്വസ്റ്റ്യൻ നല്ലപോലെ എഴുതിയാൽ മതി. ഇനി സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. സോ ബേസിക്കലി ഇത് ഒരു മോഡൽ എക്സാം ആണ്. പാർട്ട് ഇലക്ട്രിക്കലിനാണ് വിചാരിച്ചു, ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പം അതിൻ്റെ അകത്ത് പാർട്ട് എയിൽ 5 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക്. സോ പാർട്ട് എയിൽ 5 ക്വസ്റ്റ്യൻ, 1 2 3 4 5. അപ്പം ഇതെല്ലാം ഏത് 2 ക്വസ്റ്റ്യൻ എടുത്താലും മാക്സിമം ഒരു മൊഡ്യൂളിൽ നിന്നേ വരുള്ളൂ. അപ്പോൾ എല്ലാം കൂടി ഒരു എല്ലാ മൊഡ്യൂളും ചേർത്ത് 5 ക്വസ്റ്റ്യൻ വരും. അത് കമ്പൾസറി ക്വസ്റ്റ്യൻ ആണ്, ഓർ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം, 20 മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ വരുന്നത് ആൻസർ 1 ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് മൊഡ്യൂൾ, ഈച്ച് ക്യാരിങ് 10 മാർക്സ്. ഫോർ എക്സാമ്പിൾ 6ാമത്തെ 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് 6ാമത്തെ 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മൊഡ്യൂളിൽ നിന്നായിരിക്കും വരുന്നത്. സോ അതിൽ നിന്ന് ഒന്നെങ്കിൽ 6 എഴുതുക ഓർ 7 എഴുതുക. സിമിലർലി അടുത്ത 2 നമ്പറിങ് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2ൽ 2 ക്വസ്റ്റ്യൻ കാണും, 8ഉം 9ഉം. ഒന്നെങ്കിൽ 8 എഴുതുക അല്ലെങ്കിൽ 9 എഴുതുക. രണ്ടും കൂടെ എഴുതി വെക്കല്ല്. ബിക്കോസ് ഏറ്റവും നല്ല പോലെ എഴുതുന്നതിനാണ് മാർക്ക് പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് ആകെ ഉള്ളത് 2 മണിക്കൂർ 15 മിനിറ്റാണ്. അപ്പം അത് വേസ്റ്റ് ചെയ്യാതെ നല്ലപോലെ അറിയാൻ സാധനം ഫിഗറെല്ലാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. അടുത്തത് മൊഡ്യൂൾ 3. സിമിലർലി 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതുക. ഒന്നെങ്കിൽ 10ാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇതേപോലെയാണ് പാർട്ട് ബി പാർട്ട് 2, അതായത് ബേസിക് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിലും വരുന്നത്. അപ്പോൾ അത് കൂടുതലും തിയറി ആയതുകൊണ്ട് പാർട്ട് എ നോക്കുകയാണെങ്കിൽ പാർട്ട് എയിൽ നിങ്ങളുടെ നോക്കിയാൽ 5 ക്വസ്റ്റ്യൻ ഉണ്ട്. 5 ക്വസ്റ്റ്യനും കമ്പൾസറി ക്വസ്റ്റ്യൻ ആണ്.
അത് ഓറൊന്നുമില്ല. സോ ഈ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ നോക്കിയേ. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നാണ്. 3ഉം 4ഉം വന്നിരിക്കുന്നത് നിങ്ങളുടെ ഇലക്ട്രോണിക്സിന്റെ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇലക്ട്രോണിക്സിന്റെ തേർഡ് മൊഡ്യൂളിൽ നിന്നും ആണ് വന്നിരിക്കുന്നത്. മാക്സിമം 2 ക്വസ്റ്റ്യൻ വരുള്ളൂ ഒരു മൊഡ്യൂളിൽ നിന്നും. പിന്നെ പാർട്ട് ബി, പാർട്ട് ബി നോക്കിയാൽ മതി. മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സിന്റെ ആണ് ഫസ്റ്റ് മൊഡ്യൂൾ. അല്ലെങ്കിൽ മൊത്തം നോക്കുമ്പോൾ മൊഡ്യൂൾ 4 അതിൻ്റെ അകത്ത് 2 ക്വസ്റ്റ്യൻ ഉണ്ട്, 6ഉം 7ഉം. ഒന്നെങ്കിൽ 6 അല്ലെങ്കിൽ 7. ഏത് ക്വസ്റ്റ്യൻ എഴുതിയാലും എന്ത് മാക്സിമം കിട്ടാൻ പറ്റുള്ളൂ? 10 മാർക്കേ കിട്ടുള്ളൂ, 6 അല്ലെങ്കിൽ 7. സിമിലർലി മൊഡ്യൂൾ 5 2 ക്വസ്റ്റ്യൻ, 8 അല്ലെങ്കിൽ 9, 8 or 9. സിമിലർലി വി ഹാവ് മൊഡ്യൂൾ 6 10 അല്ലെങ്കിൽ or 11. ഇപ്പോൾ കഴിയുന്നത് എന്താണ്? തിയറി എഴുതി തീർത്താൽ പെട്ടെന്ന് തീരും. നിങ്ങൾക്കൊരു 70 മാർക്കിന് എഴുതിയാൽ തെറ്റായി എഴുതുകയാണെങ്കിൽ എന്തായാലും ഒരു 50 മാർക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്താ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചിട്ട് എഴുതുക. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് മെൻ ബൈ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്ന് പറയാം. അവിടെ എഴുതിയാൽ മതി, എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി. ഗ്രാഫ് ഇല്ലെങ്കിൽ ഗ്രാഫ് വേണ്ട, കുഴപ്പമൊന്നുമില്ല. അടുത്ത് നോക്കിയേ, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിന് എന്തുണ്ട്? ഒരു ഗ്രാഫ് ഉണ്ട്, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഉണ്ട്, അതിൻ്റെ എക്സ്പ്ലനേഷൻ പെട്ടെന്ന് തീരുകയും ചെയ്യും. അപ്പോൾ 4 മാർക്കിന് അതിനനുസരിച്ച് എഴുതേണ്ടി വരും. പിന്നെ ഡിസ്കസ് ദ റോൾ ഓഫ് കപ്ലിംഗ് ആൻഡ് ബൈപാസ് കപ്പാസിറ്റേഴ്സ്. ഇതുണ്ടാ ഡയറക്റ്റ് ചോദിച്ചിട്ടില്ല, എന്താണ് റോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് ചോദിക്കാം, ഫൈൻഡ് ദ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് സിംഗിൾ സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ. അപ്പോൾ സിംഗിൾ സ്റ്റേജ് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന് ഒരു 6 മാർക്ക് എന്തായാലും വരും. ഈ കേസിൽ എന്താണ് ആ കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ പർപ്പസ് എന്താണ്, ബൈപാസ് കപ്പാസിറ്ററിന്റെ പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഗെയിൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ AM ആൻഡ് FM ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പടമൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു 5 പോയിന്റ് ഡിഫറൻസ് എഴുതുക. സിമിലർലി അടുത്തത്, എക്സ്പ്ലെയിൻ വിത്ത് എ ഗ്രാഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് എ PNP ട്രാൻസിസ്റ്റർ. അപ്പോൾ PNP ട്രാൻസിസ്റ്ററിന്റെ ഓപ്പറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യണം വിത്ത് എ ഗ്രാഫ്. അത്രേ ഉള്ളൂ, വേറെ സിമ്പിൾ ഒന്നുമില്ല. അടുത്ത, സ്കെച്ച് ആൻഡ് എക്സ്പ്ലെയിൻ ദ ടിപ്പിക്കൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ BJT. ഒരു BJTയുടെ ടിപ്പിക്കൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യണം ഓഫ് എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ. സാധാരണ കോമൺ എമിറ്റർ കോൺഫിഗറേഷനെ ചോദിക്കാറുള്ളൂ, അത് നിങ്ങൾ പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. ജസ്റ്റ് നോക്കിയാൽ മതി, വളരെ ഈസിയാണ്. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് ബാരിയർ പൊട്ടൻഷ്യൽ ഇൻ എ PN ജംഗ്ഷൻ ഡയോഡ്. ബാരിയർ പൊട്ടൻഷ്യലിന്റെ ഒരു 1-2 പടം ഉള്ളതിന് ആ പടം വരയ്ക്കുക. ഒരുപാട് വലുതാക്കി വരയ്ക്കേണ്ട, സിമ്പിളായിട്ട് വരയ്ക്കുക, വൃത്തിയാക്കി വരയ്ക്കുക. അപ്പോൾ അതിനൊരു 2.5 മാർക്ക്, പിന്നെ എക്സ്പ്ലനേഷന് 2.5 മാർക്ക്. അങ്ങനെയാണ് 5 മാർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാർക്കും കൂടെ നോക്കണം എത്ര മാർക്ക് ഉണ്ടെന്ന്. ആ മാർക്കിനനുസരിച്ചാണ് എഴുതേണ്ടത്. ഇവിടെ നോക്കിയാൽ എക്സ്പ്ലെയിൻ ദ വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. അപ്പോൾ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്തുള്ളൂ, എക്സ്പ്ലനേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്ര എഴുതുക. പിന്നെന്താ എഴുതി വെച്ചിരിക്കുന്നത്, ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PN ജംഗ്ഷൻ ഡയോഡ് ആൻഡ് സെനർ ഡയോഡ്. സെനർ ഡയോഡിന്റെ PN ജംഗ്ഷൻ ഡയോഡിന്റെ ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് അതിലപ്പോൾ എഗെയിൻ പകുതി മാർക്ക് വെച്ച് പോയിക്കോളും. അപ്പം അങ്ങനെ എഴുതണം, കറക്റ്റായിട്ട് എഴുതാം. അപ്പോൾ ഇതൊരു 2 മാർക്ക്, ഇതൊരു 3 മാർക്ക്. അത് ഒരു മാർക്ക് ഗ്രാഫിനും പോവും. ഇനി അടുത്തത് നോക്കിയേ, വിത്ത് എ നീറ്റ് സർക്യൂട്ട് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ RC കപ്പിൾഡ് ആംപ്ലിഫയർ. അപ്പോൾ RC കപ്പിൾഡ് ആംപ്ലിഫയർ പറഞ്ഞാൽ സിംഗിൾ സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ വരച്ചാൽ മതി. അപ്പോൾ അത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ പടത്തിനൊരു 2 മാർക്കും എക്സ്പ്ലനേഷന് 4 മാർക്കും വരാം, ഡിപ്പെൻസ്. അത് കറക്റ്റ് കീ അനുസരിച്ചിരിക്കും വരുന്നത്. എഗെയിൻ ഡ്രോ ദ ഫ്രീക്വൻസി റെസ്പോൺസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ RC കപ്പിൾഡ് ആംപ്ലിഫയർ. ഇവിടെ ഡ്രോ ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം ഡ്രോ ചെയ്യണം, ഇങ്ങനൊരു പടം ഡ്രോ ചെയ്യണം. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, സ്റ്റേറ്റ് ദ റീസൺ ഫോർ റിഡക്ഷൻ ഓഫ് ഗെയിൻ അറ്റ് ലോ ആൻഡ് ഹൈ ഫ്രീക്വൻസി. അപ്പം നടുക്കത്തെ ഫ്രീക്വൻസി എന്തുകൊണ്ടാണ് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കുന്നത് ചോദിച്ചിട്ടില്ല. നിങ്ങൾ എന്താ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, ലോ ഫ്രീക്വൻസിയിൽ എന്തുകൊണ്ടാണ് ഗെയിൻ കുറയാൻ കാരണം, അതേപോലെ ഹൈ ഫ്രീക്വൻസിയിൽ എന്തുകൊണ്ടാണ് ഗെയിൻ കുറയാൻ കാരണം എന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. വെറും 4 മാർക്കേ ഉള്ളൂ. അപ്പം 4 മാർക്കിനനുസരിച്ച് എഴുതുക. അപ്പോൾ 2 മാർക്ക് എവിടെ പോകും, ഈ ഫ്രീക്വൻസി റെസ്പോൺസ് പടം വരയ്ക്കാനും. 1 മാർക്ക് ലോവർ ഫ്രീക്വൻസി എക്സ്പ്ലെയിൻ ചെയ്യണം. അടുത്തത് ഹയർ ഫ്രീക്വൻസിന് എന്തുകൊണ്ടാണ് ഗെയിൻ കുറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുക, 1 മാർക്ക്. അപ്പോൾ ടോട്ടൽ 4 മാർക്ക്. അപ്പം മാർക്കിനനുസരിച്ചാണ് എഴുതേണ്ടത്. അപ്പോൾ അവിടെ എല്ലാം നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് ഹെൽപ്പ് ഓഫ് എ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ. സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ എന്ന് ഒരു പടമുണ്ട്. ആ പടത്തിനൊരു 2.5 മാർക്കോ 3 മാർക്കോ എക്സ്പെക്ട് ചെയ്യാം. ബാക്കി എന്താണ് കുറച്ച് എക്സ്പ്ലെയിനേ ഉള്ളൂ. അപ്പോൾ 3 മാർക്ക് പടത്തിനും 3 മാർക്ക് നിങ്ങളുടെ എക്സ്പ്ലനേഷനും
അല്ലെങ്കിൽ 2 മാർക്ക് പടത്തിനും 4 മാർക്ക് എക്സ്പ്ലനേഷനും. അപ്പം അതിനനുസരിച്ച് എഴുതുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം എന്തായാലും അതിനനുസരിച്ചുണ്ട്. പിന്നെ വിത്ത് സ്കെച്ച് വിത്ത് നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ദ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ആ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് എക്സ്പ്ലെയിൻ ഉണ്ട്. അതും എഗെയിൻ നോക്കി 5 മാർക്കിനുണ്ട്. അപ്പം 5 മാർക്കിന് സ്കെച്ചിന് ഒരു 2 മാർക്കും എക്സ്പ്ലനേഷന് ഒരു 2.5 എക്സ്പ്ലനേഷൻ 2.5 മാർക്കിന് എഴുതിയാൽ മതി. സിമിലർലി എക്സ്പ്ലെയിൻ ദ GSM കമ്മ്യൂണിക്കേഷൻ വിത്ത് ഹെൽപ്പ് ഓഫ് എ ബ്ലോക്ക് ഡയഗ്രാം. ആ ബ്ലോക്ക് ഡയഗ്രാം ശരിക്കും വലിയൊരു ബ്ലോക്ക് ഡയഗ്രാം ആണ്. പക്ഷെ എന്തിനാണ് 5 മാർക്ക് കൊടുത്തിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ബ്ലോക്ക് ഡയഗ്രാം മാത്രം വരയ്ക്കുന്നതിനും ഒരു 4 മാർക്ക് കൊടുക്കേണ്ടി വരും. ബട്ട് ഇതുണ്ട്, ഇത് ഇച്ചിരി ലെങ്തി സാധനമാണ്. ഇപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നതും അറിയാവുന്ന സിമ്പിൾ സാധനങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അപ്പം അത് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്താൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് 70 മാർക്ക് സുഖമായി സ്കോർ ചെയ്യാം. കാര്യം നിങ്ങൾക്ക് 100-ൽ എത്ര സ്കോർ ചെയ്താൽ മതി? 70 സ്കോർ ചെയ്താൽ മതി ടു ഗെറ്റ് ഇക്വലൻ ടു 100.